ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാത്തമാറ്റിക്സ് ഓഫ് ഫിനാൻസ്. ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് സിമ്പിൾ ഇൻട്രസ്റ്റ്. ഓക്കെ, അപ്പം നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് നമ്മൾ ഓരോരുത്തർ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട്, ഓക്കെ, എമൗണ്ട് ഡെപ്പോസിറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രിൻസിപ്പിളാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോരുത്തർ ബാങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് നമ്മൾ എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡെപ്പോസിറ്റ് ചെയ്തതിന് ഇത്ര പെർസെൻറ്റേജ് എക്സ്ട്രാ പൈസ കിട്ടുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പലിശ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇൻട്രസ്റ്റ് പലതരമുണ്ട്. അതിലൊരു ഇൻട്രസ്റ്റ് ആണ് സിമ്പിൾ ഇൻട്രസ്റ്റ്. സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രിൻസിപ്പൾ നമ്മൾ ഒരു 10,000 ഡെപ്പോസിറ്റ് ചെയ്തു. ഓക്കെ, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 10% പെർ ആണ്. ദെൻ ടൈം എന്ന് പറയുന്നത് 3 years. ഓക്കെ, 3 വർഷത്തിന് നമ്മൾ എത്ര ഡെപ്പോസിറ്റ് ചെയ്തോ? 10,000 ഡെപ്പോസിറ്റ് ചെയ്തോ. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണ്? 10% ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് കാണാം. സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ഇക്വേഷൻ എന്താണ്? P × I × T. ഓക്കെ, ഇതാണ് സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. P എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ, ദെൻ I എന്ന് പറയുന്നത് റേറ്റ് ബൈ 100 ആണ്. ഓക്കെ, റേറ്റ് നമുക്ക് ക്വസ്റ്റിൽ തരും. ദെൻ T എന്ന് പറയുന്നത് ടൈം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇക്വേഷനിലെ എമൗണ്ട് കൊടുക്കാം. P എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ എത്രയാണ്? 10,000. ദെൻ I എന്ന് പറയുന്നത് റേറ്റ് ബൈ 100 ആണ്. റേറ്റ് എത്രയാണ്? 10 ആണ്. ബൈ 100 എത്രയാണ്? 0.1. അപ്പോൾ 0.1 ഇൻറ്റു ടൈം എന്ന് പറയുന്നത് എത്രയാണ്? 3 years ആണ്. ഓക്കെ, 10,000 ഇൻറ്റു 0.1 ഇൻറ്റു 3 എന്ന് പറയുന്നത് എത്രയാണ്? 3,000. ഓക്കെ, ദെൻ അപ്പോൾ എമൗണ്ട് എത്രയാണ്? ഓക്കെ, 3 years കഴിഞ്ഞതിന് ശേഷം 10,000 നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തു. 3 years കഴിയുമ്പോൾ ടോട്ടൽ എമൗണ്ട് എത്രയാണെന്ന് കാണാൻ നമ്മൾ എന്താ ചെയ്യുക? പ്രിൻസിപ്പൽ പ്ലസ് സിമ്പിൾ ഇൻട്രസ്റ്റ് ഇസ് ഇക്വൽ ടു 10,000 പ്ലസ് 3,000 ഇസ് ഇക്വൽ ടു 13,000. ഓക്കെ, അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് പേര് പോലെ തന്നെ സിമ്പിളാണ്. കാരണം ഓരോ വർഷവും മാറ്റമൊന്നും വരില്ല. സെയിം എമൗണ്ട് തന്നെയാണ് നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, ഓരോ ഇയറിലും സെയിം എമൗണ്ട് തന്നെ നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടുന്നത്. അതായത് 10,000 ഫസ്റ്റ് ഇയർ നമുക്ക് എത്ര ഇൻട്രസ്റ്റ് കിട്ടും? 10% എന്ന് പറയുമ്പോൾ 1,000 കിട്ടും. സെക്കൻഡ് ഇയർ വീണ്ടും 1,000 കിട്ടും. തേർഡ് ഇയർ വീണ്ടും 1,000. അങ്ങനെ 3 വർഷം കൊണ്ട് നമുക്ക് 3,000 കിട്ടും. ഓക്കെ, അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റിനെ പറ്റിയത് എന്താ? അതിന്റെ ഇൻട്രസ്റ്റ് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, മാറുന്നില്ല. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്താ നോക്കാം. ഓക്കെ, ഇതിൽ നിന്നാണ് കൂടുതലും ക്വസ്റ്റ്യൻസ് വരുന്നത്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എക്സാമിനേഷന് പഠിക്കാം. ആദ്യത്തെ പോലെ തന്നെ പ്രിൻസിപ്പൾ എത്ര ഡെപ്പോസിറ്റ് ചെയ്തു? 10,000 ഡെപ്പോസിറ്റ് ചെയ്തു. അപ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിനെ പറ്റിയത് എന്താ? ഓരോ വർഷവും കിട്ടുന്ന ഇൻട്രസ്റ്റ് അതിലേക്ക് ആഡ് ചെയ്തിട്ട് വീണ്ടും അതിൻ്റെ മുകളിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവും. അതായത് പലിശ എന്ന് പറയില്ലേ, അങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഇത് കുറച്ചുകൂടി എമൗണ്ട് കൂടുതലായിരിക്കും. അതായത് നമ്മൾ 3 yearനാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്, ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ളത്. റേറ്റ് എത്ര തന്നെയാണ്? 10% തന്നെയാണ്. ഓക്കെ, അപ്പോൾ ആഫ്റ്റർ 1 year, 1 yearന് ശേഷം എത്ര ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത്? ആദ്യം ഇൻട്രസ്റ്റ് എത്ര കിട്ടും? 10,000 ഇൻറ്റു 10% എന്ന് പറയുന്നത് 1,000. ഓക്കെ, അപ്പോൾ എമൗണ്ട് എത്ര ഉണ്ടാവും? പ്രിൻസിപ്പൽ 10,000 പ്ലസ് 1,000. ഇങ്ങനെയൊന്നും എഴുതരുത് എക്സാമിന്. ഇത് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഇത്രയും സ്റ്റെപ്സ് എഴുതുന്നത്. മാക്സിമം സ്റ്റെപ്പ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എക്സാമിന് കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, എല്ലാം കാൽക്കുലേറ്റർ ചെയ്യാൻ ശ്രമിക്കാം. ദെൻ ആഫ്റ്റർ സെക്കൻഡ് ഇയർ, ഓക്കെ, 10,000 ആണോ എമൗണ്ട്? അല്ല, എത്ര ആയിട്ടുണ്ട്? 11,000 ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 11,000 ഇൻറ്റു 10% എന്ന് പറയുമ്പോൾ 1,100 ആണ് സെക്കൻഡ് ഇയർത്തെ ഇൻട്രസ്റ്റ്. അപ്പോൾ എമൗണ്ട് എത്ര ഉണ്ടാവും? പ്ലസ് 12,100. ഓക്കെ, അതായത് പ്രിൻസിപ്പളും ഇൻട്രസ്റ്റും കൂടെ പ്ലസ് ചെയ്ത് ടോട്ടൽ എമൗണ്ട് എത്ര? 12,100. ദെൻ ആഫ്റ്റർ തേർഡ് ഇയർ ഇൻട്രസ്റ്റ് എത്രയാണ്? 12,100ന്റെ മുകളിലാണ് നമ്മൾ പലിശ കണ്ടത്. ഓക്കെ, ഇതാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ പ്രത്യേകത. നമ്മൾ കഴിഞ്ഞ സിമ്പിൾ ഇൻട്രസ്റ്റ് നമ്മൾ എന്താ ചെയ്തത്? 10,000 മുകളിലാണ് ഓരോ ഇയറും നമ്മൾ കണ്ടത്. പക്ഷേ സിമ്പിൾ ഇൻട്രസ്റ്റിന് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന് എങ്ങനെയാണ് ചെയ്യുന്നത്? ആദ്യം നമ്മൾ 10,000 മുകളിലാണ് ഫസ്റ്റ് ഇയർ കാണുന്നത്. സെക്കൻഡ് ഇയർ ആകുമ്പോൾ ആ പലിശ നമ്മൾ കൂട്ടിയിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ റേറ്റ് അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, സോ ഇൻറ്റു 10% ഇസ് ഇക്വൽ ടു 1,110. ദെൻ ദ എമൗണ്ട് ഈസ് ഇക്വൽ ടു പ്ലസ് 13,310. ഓക്കെ, ഇതാണ് ഒരു കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ. ദെൻ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എപ്പോഴും സിമ്പിൾ ഇൻട്രസ്റ്റിനേക്കാളും കൂടുതലായിരിക്കും.
ഓക്കെ, അതുകൊണ്ടാണ് പല ആളുകളും കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓപ്റ്റ് ചെയ്യുന്നത്. സിമ്പിൾ ഇൻട്രസ്റ്റിനേക്കാളും എമൗണ്ട് കൂടുതലായിരിക്കും. കാരണം എന്തുകൊണ്ടാണ്? ബിക്കോസ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പ്രൊവൈഡ്സ് ഇൻട്രസ്റ്റ് ഓൺ ഇൻട്രസ്റ്റ്. ഓക്കെ, ഇൻട്രസ്റ്റ് ഓൺ ഇൻട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ടാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എപ്പോഴും സിമ്പിൾ ഇൻട്രസ്റ്റിനേക്കാളും കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് നമ്മൾ ഓരോ ഇയറിലും ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എമൗണ്ട് കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, സിമ്പിൾ ഇൻട്രസ്റ്റിൽ നമുക്ക് നല്ല സുഖമാണ്. സിമ്പിൾ ഇൻട്രസ്റ്റ് നേരെ 3 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടും. അത് പ്രിൻസിപ്പൾ ആയിട്ട് പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എമൗണ്ട് കിട്ടും. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ കാര്യത്തിൽ നമുക്ക് എമൗണ്ട് കാണാൻ അങ്ങനെ ഓരോ ഇയർത്തും കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇക്വേഷൻ നോക്കാം. A is equal to, അതായത് എമൗണ്ട് is equal to പ്രിൻസിപ്പൽ ഇൻറ്റു 1 + I all raised to n. ഓക്കെ, n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്. I എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ R/100 ആണ്. ഓക്കെ, നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്. ദെൻ I എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ R/100 ആണ്. ദെൻ 1, P എന്ന് പറയുന്നത് എന്താണ്? പ്രിൻസിപ്പൾ ആണ്. ദെൻ A എന്ന് പറയുന്നത് എന്താണ്? എമൗണ്ട് ആണ്. അപ്പോൾ ഇതാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ ഇക്വേഷൻ. ഓക്കെ, ഇൻട്രസ്റ്റിൻ്റെ ഇക്വേഷൻ അല്ല, കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ കേസിലെ എമൗണ്ടിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ദെൻ ഇനി നമുക്ക് എമൗണ്ട് മാത്രം കണ്ടാൽ മതിയോ? പോരാ, നമുക്ക് എന്ത് കാണും? ഇൻട്രസ്റ്റ് കൂടെ കാണും. ഓക്കെ, അപ്പോൾ ഇൻട്രസ്റ്റിൻ്റെ ഇക്വേഷൻ എന്താ നോക്കാം. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എമൗണ്ട് മൈനസ് പ്രിൻസിപ്പളാണ്. ഓക്കെ, എമൗണ്ട് എന്ന് പ്രിൻസിപ്പൾ, അതായത് നമുക്കറിയാം പ്രിൻസിപ്പളിൻ്റെ കൂടെ ഇൻട്രസ്റ്റ് ആഡ് ചെയ്താലാണ് എന്ത് കിട്ടുക? എമൗണ്ട് കിട്ടുക. അപ്പോൾ നമ്മൾ എമൗണ്ടിൻ്റെ ഇക്വേഷൻ കണ്ടു. അങ്ങനെ എമൗണ്ട് കണ്ടതിന് ശേഷം എമൗണ്ടിൽ നിന്ന് നമ്മൾ ആദ്യം ഇൻവെസ്റ്റ് ചെയ്ത പൈസ കുറക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കിട്ടും. അതായത് എമൗണ്ട് നമ്മൾ കണ്ടെത്തി മൈനസ് പ്രിൻസിപ്പൾ 10,000. ഓക്കെ, അപ്പോൾ എത്ര കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്? 3,310. ഓക്കെ, അപ്പോൾ എമൗണ്ട് ഈ ഇക്വേഷൻ വെച്ചിട്ട് നേരത്തെ പറഞ്ഞ ഇക്വേഷൻ വെച്ചിട്ട് എമൗണ്ട് എങ്ങനെ കാണുന്നത് നോക്കാം. ദെൻ എമൗണ്ട് ഈസ് ഈക്വൽ ടു P ഇൻറ്റു 1 + I ഹോൾ റൈസ് ടു n. ഓക്കെ, P എന്ന് പറയുന്നത് എത്രയാണ്? 10,000 ഇൻറ്റു 1 + I എത്രയാണ്? 0.1 ഹോൾ റൈസ് ടു n എന്ന് പറയുന്നത് എത്രയാണ്? 3 ഇയേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് കാൽക്കുലേറ്ററിൽ അടിക്കുന്നത് നോക്കാം. ഇത് മാത്രമാണ് ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നത്? കാൽക്കുലേറ്ററിൽ അടിക്കുന്നത്. ഓക്കെ, 1 + 0.1. ഓക്കെ, ഇത് ഇങ്ങനെ 1 + 0.1 അടിക്കുന്നതിന് പകരം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്തടിക്കാം? 1.1. അത് നമുക്ക് അറിയാമല്ലോ ഓൾറെഡി. ഓക്കെ, അപ്പോൾ 1.1 × 1.1 × 1.1 അങ്ങനെ അടിക്കുന്നതിന് പകരം 1.1 × 1.1 അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്യൂബ് വീണ്ടും 1.1 ഇങ്ങനെ നമുക്ക് ചെയ്ത് കഴിഞ്ഞാലും ആൻസർ കിട്ടും. പക്ഷേ കാൽക്കുലേഷൻ ഈസി ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? 1.1 × ഒരു ഈക്വൽ ടു അടിക്കുക. ഇപ്പോൾ ഡബിൾ കിട്ടി, സ്ക്വയർ കിട്ടി, ദെൻ 3. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ നമ്മൾ ഡബിൾ ചെയ്ത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റും. സോ 10,000 ഇൻറ്റു അപ്പോൾ എമൗണ്ട് കിട്ടില്ല. ഇനി നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാണുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഈ എമൗണ്ട് എന്ത് ചെയ്യുക? പ്രിൻസിപ്പൾ മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3,310 കിട്ടും. ദെൻ അപ്പോൾ നമുക്ക് ചില സന്ദർഭങ്ങളിൽ നമ്മൾ ഇപ്പോൾ എമൗണ്ട് കണ്ട് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാണുന്നതിന് പകരം നേരെ ഇക്വേഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യും. അതായത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു P ഇൻറ്റു 1 + I ഹോൾ റൈസ് ടു n മൈനസ് P ആണ് എന്ത് നമ്മൾ പറഞ്ഞത്. അതായത് ഇത് എമൗണ്ടിൻ്റെ ഇക്വേഷൻ. ഓക്കെ, നമ്മൾ പറഞ്ഞ പോലെ എമൗണ്ടിൻ്റെ ഇക്വേഷനാണിത്, മൈനസ് പ്രിൻസിപ്പാളാണ് ഇത്. അപ്പോൾ ഈക്വൽ ടു P കോമൺ ആണ്, Pന് പുറത്തേക്ക് എടുക്കാം. ദെൻ 1 + I ഹോൾ റൈസ് ടു n മൈനസ് 1. ഓക്കെ, ഇതാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് ഓഫ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഇതുവരെ നമ്മൾ പഠിച്ചത് എന്താണ്? ഇയർലിയാണ്. അപ്പോൾ ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് ഓഫ് കോമ്പൗണ്ടിങ് നോക്കാം. ഫസ്റ്റ് നമ്മൾ ഇയർലി ഇതുവരെ പഠിച്ചു. അപ്പോൾ ഞാൻ നെക്സ്റ്റ് എന്ത് പഠിക്കാം? ഹാഫ് ഇയർലി പഠിക്കാം. കോമ്പൗണ്ടഡ് ഹാഫ് ഇയർലി, അതായത് അറ്റ് എവറി 6 months interest will be calculated and added in principal amount. അതായത്
ഓരോ 6 മന്ത്സ് ഇതുവരെ നമ്മൾ എങ്ങനെ ചെയ്ത ഓരോ 1 ഇയർ കഴിയുമ്പോഴാണ് നമ്മൾ ഇൻട്രസ്റ്റ് ആഡ് ചെയ്തിരുന്നത്. ഇനി ഹാഫ് ഇയർലി കോമ്പൗണ്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, ഒരു 6 മന്ത്സ് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യും, എന്നിട്ട് പ്രിൻസിപ്പലിലേക്ക് ആഡ് ചെയ്യും. അടുത്ത 6 മന്ത്സ് ആകുമ്പോൾ ഈ ആഡ് ചെയ്ത എമൗണ്ടിന്റെ മുകളിലാണ് നമ്മൾ എന്ത് ചെയ്യുക, റേറ്റ് അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇയർലി പെർ ആനമിന്റെ റേറ്റ് ആണ് തന്നിട്ടില്ലെങ്കിൽ ഹാഫ് ഇയർലിക്ക് അതിന്റെ ഹാഫ് റേറ്റ് മാത്രമേ നമ്മൾ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോൾ 10%, ഫോർ എക്സാമ്പിൾ 10% തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും 10% അപ്ലൈ ചെയ്യാൻ പാടില്ല, മറിച്ച് എത്ര അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ, 5% അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ഫോർ എക്സാമ്പിൾ പി എത്ര 10,000, ടി എന്ന് പറയുന്നത് 1 ഇയർ ആണ്. ഓക്കെ, കാൽക്കുലേഷൻ ഈസി ആക്കാൻ വേണ്ടി 1 ഇയർ തന്നെ കൊടുത്തിട്ടുള്ളൂ. ദെൻ റേറ്റ് എന്ന് പറയുന്നത് 10% ആണ്. ദെൻ ആഫ്റ്റർ 6 മന്ത്സ് 10,000 into 10/100. ഓക്കെ, ഇൻറ്റു 6/12. 6/12 എന്ന് എന്തുകൊണ്ടാണ് കൊടുത്തത്, നമ്മൾ 6 മന്ത്സിനെ കൊടുക്കുന്നുള്ളൂ. ഓക്കെ, 12 മന്ത്സിനുള്ള റേറ്റ് ആണ് 10. അപ്പോൾ നമ്മൾ ഈ 10നെ നമ്മൾ 6/12 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടും, ആൻസർ കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ 50. അപ്പോൾ ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത്, ഓക്കെ, ഇത് ഇക്വേഷൻ വഴിയല്ല, ഇത് നോർമലായിട്ട് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്യുന്നത്. 500 ആണ്. 10,000 + 500 എന്ന് പറയുമ്പോൾ 10,500. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇത് ഇക്വേഷൻ വെച്ചിട്ടില്ല കേട്ടോ, ഇതൊരു എക്സാമ്പിൾ പറഞ്ഞതാണ് എങ്ങനെയാണ് ഹാഫ് ഇയർലി കോമ്പൗണ്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, 10% നമ്മൾ പെർ ആനമാണ് റേറ്റ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 12 മന്ത്സിനുള്ള റേറ്റ് ആണ് 10. അപ്പോൾ അതിനെ നമ്മൾ 6/12 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, നമുക്ക് ഇക്വേഷൻ ഉണ്ട്, അത് വെച്ചിട്ട് ഈസി ആയിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആഫ്റ്റർ അനദർ 6 മന്ത്സ്, ഓക്കെ, ഇത് ആദ്യത്തെ 6 മന്ത് ആണ്. ഈ നെക്സ്റ്റ് 6 മന്തിൽ നമ്മൾ വീണ്ടും മാറും. ഓക്കെ, 10,500 ആണ് ഇൻറ്റു 10/100 ഇൻറ്റു വീണ്ടും 6/12 വേണം എന്ന് പറയുമ്പോൾ നോക്കാം. 10/100 ഇൻറ്റു 6/12 525. ഓക്കെ, 525 ആണ് ഇൻട്രസ്റ്റ് വരുന്നത്. അപ്പോൾ ടോട്ടൽ എമൗണ്ട് എത്രയായിരിക്കും, 10,525. ഓക്കെ, sorry plus 525. ഓക്കെ, 11,025. ഓക്കെ, ഇതാണ് ടോട്ടൽ എമൗണ്ട് വരും. ദെൻ ഇനി കോമ്പൗണ്ടഡ് ആനുവലി ആയിരുന്നെങ്കിൽ, ഇതിപ്പോൾ ഹാഫ് ഇയർലി ആണ് നമ്മൾ കണ്ടത്. സെയിം ക്വസ്റ്റ്യൻ കോമ്പൗണ്ടഡ് ആനുവലി ആയിരുന്നെങ്കിൽ എത്രയായിരിക്കും, നമ്മൾ നേരത്തെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. എമൗണ്ടിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു, A = P × 1 + I whole raised to n = 10,000 into 1 + 0.1 whole raised to 1. ഓക്കെ, അപ്പോൾ 1.1 into 10,000 11,000. ഇവിടെ നമുക്ക് നേരത്തെ എത്ര എമൗണ്ട് കിട്ടിയോ കണ്ടോ, ഡിഫറൻസ് കണ്ടോ, 11,025 ഉണ്ട്, ഇവിടെ 11,000 മാത്രമേ ഉള്ളൂ. അപ്പോൾ ഡിഫറൻസ് എന്തുകൊണ്ടാണ് വന്നത്, മറ്റേത് ഹാഫ് ഇയർലി കോമ്പൗണ്ട് ചെയ്യുന്നുണ്ട്, ഇത് ആനുവലി കോമ്പൗണ്ട് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കാം, ആസ് ഏർലി ആസ് കോമ്പൗണ്ടിങ്. ഓക്കെ, എത്ര നേരത്തെയാണോ നമ്മൾ കോമ്പൗണ്ട് ചെയ്യുന്നത്, ബോണ്ടിങ് വിൽ ബി ഹയർ വിൽ ബി ദ ഫൈനൽ എമൗണ്ട്. ഓക്കെ, വിൽ ബി ദ ഫൈനൽ എമൗണ്ട്. ഓക്കെ, അതായത് കോമ്പൗണ്ടഡ് കണ്ടിന്യൂസ്ലി. ഓക്കെ, അതായത് എത്ര എമൗണ്ട് വേണമെങ്കിലും വരും. ഓക്കെ, എത്ര കോമ്പൗണ്ടഡ് കണ്ടിന്യൂസ്ലി അത് ക്വസ്റ്റിൽ തരും. ഈ കണ്ടിന്യൂസ്ലിൻ്റെ എമൗണ്ട് എത്ര ടൈംസ് കോമ്പൗണ്ട് ചെയ്യുന്നതെന്നുള്ള ക്വസ്റ്റിൻ്റെ തരും. അതിന് കിട്ടുന്ന എമൗണ്ട് ഗ്രേറ്റർ ആയിരിക്കും എന്തിനേക്കാൾ, കോമ്പൗണ്ടഡ് മന്ത്ലി കോമ്പൗണ്ട് ചെയ്യുന്നതിന്. ഓക്കെ, അതിൻ്റെ എമൗണ്ട് എന്തിനേക്കാൾ ഗ്രേറ്റർ ആയിരിക്കും, കോമ്പൗണ്ടഡ് ക്വാർട്ടർലി. അത് എന്തിനേക്കാൾ ഗ്രേറ്റർ ആയിരിക്കും, ഹാഫ് ഇയർലിനേക്കാൾ. ഓക്കെ, ഹാഫ് ഇയർലി എന്തിനേക്കാൾ ഗ്രേറ്റർ ആണ്, ഇയർലി കോമ്പൗണ്ട് ചെയ്യുന്ന എമൗണ്ടിനേക്കാൾ ഗ്രേറ്റർ ആയിരിക്കും. ഓക്കെ, അതായത് കണ്ടിന്യൂസ് ആയിട്ട് കോമ്പൗണ്ട് ചെയ്ത് കിട്ടുന്ന എമൗണ്ട് ആയിരിക്കും ഏറ്റവും കൂടുതൽ. അത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ മന്ത്ലി ആയിരിക്കും, അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ക്വാർട്ടർലി ആയിരിക്കും, കഴിഞ്ഞ ഹാഫ് ഇയർലി then ഇയർലി. ഓക്കെ, അപ്പോൾ ഇതിന് നമുക്ക് ഓരോന്നിനും ഇക്വേഷൻ അറിയണ്ടേ. സോ കോമ്പൗണ്ടഡ് കണ്ടിന്യൂസ്ലി ആണെങ്കിൽ ഇക്വേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ P എക്സ്പോണൻറ്റ് ക്വസ്റ്റ്യനിൽ തരും, ദെൻ RT
ഓക്കെ, എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനിൽ എന്ത് ക്വസ്റ്റ്യനിൽ തന്നിട്ട് ഉണ്ടാവും. ദെൻ മന്ത്ലി ആണെങ്കിൽ സെയിം ഇക്വേഷൻ തന്നെയാണ്. എ ഇസ് ഈക്വൽ ടു പി ഇൻറ്റു 1 പ്ലസ് ഐ ഹോൾ റൈസ് ടു എൻ. സെയിം ഇക്വേഷൻ തന്നെയാണ് വരുന്നത്. പക്ഷേ ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഐനെ ഡിവൈഡഡ് ബൈ 12 കൊണ്ടും എന്നിനെ ഇൻറ്റു 12 ചെയ്യണം. ഓക്കെ, മന്ത്ലിയാണ്. ഓക്കെ, അപ്പോൾ 10 ഒരു വർഷത്തിനുള്ള റേറ്റ് ആയിരിക്കും നമുക്ക് തന്നിട്ടുണ്ടാവുക. ഐ എന്ന് പറയുന്നത് 1 ഇയറിനുള്ള റേറ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഐനെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യും, 12 മന്ത്സ് എന്നുള്ള നിലയ്ക്ക്. ദെൻ എന്നിനെ 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് നോക്കാം. ദെൻ ക്വാർട്ടർലി ആണ് ചെയ്യുന്നതെങ്കിൽ, ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ഫുള്ളായിട്ട് എല്ലാം വരുന്ന ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യും. ക്വാർട്ടർലി ആണ് വരുന്നത്, സെയിം ഇക്വേഷൻ തന്നെയാണ്. പക്ഷെ ഡിഫറൻസ് എന്താ, ഐനെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, ഒരു ഇയറിൽ എത്ര ക്വാർട്ടർ ഉണ്ട്, 4 ക്വാർട്ടർ ഉണ്ട്. ദെൻ എന്നിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, എന്നിനെ എന്ത് ചെയ്യണം, 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ദെൻ ഹാഫ് ഇയർലി ആണെങ്കിൽ നമ്മൾ നേരത്തെ ഫസ്റ്റ് 6 മന്ത്സ് ആഫ്റ്റർ 6 മന്ത്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കണ്ട അങ്ങനെയൊക്കെ ആവശ്യമൊന്നും ഇല്ല. ഈ ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്താൽ മതി. പി ഇൻറ്റു 1 പ്ലസ് ഐ ഹോൾ റൈസ് ടു എൻ. ഇവിടെ എന്താ ഡിഫറൻസ്, ഐനെ എന്തുകൊണ്ടായിരിക്കും ഹാഫ് ഇയർലി എന്ന് പറയുമ്പോൾ 2. ഓക്കെ, 2 6 മന്ത്സ് ആണ് ഒരു ഇയറിലുള്ളത്. ഐനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, എന്നിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. Mr. A deposited 20,000 for 3 years at 6% per annum. Find final amount receivable if compounding is done annually, semi-annually, quarterly, monthly, continuously. ഓക്കെ, അപ്പോൾ എ ആനുവലി. അപ്പോൾ നമുക്ക് പ്രിൻസിപ്പൽ എമൗണ്ട് 20,000 ആണ്. ടൈം എന്ന് പറയുന്നത് 3 years ആണ്. 6% പെർ ആനം. ഓക്കെ, അപ്പോൾ എൻ്റെ ഇക്വേഷൻ, എമൗണ്ടിൻ്റെ ഇക്വേഷൻ എന്താ, പി ഇൻറ്റു 1 പ്ലസ് ഐ ഹോൾ റൈസ് ടു എൻ. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതൊക്കെ സിമ്പിൾ ഇക്വേഷൻ ആണ്. ഇതൊക്കെ ഡയറക്റ്റ് ആയിട്ട് കാൽക്കുലേറ്ററിൽ അടിച്ചിട്ട് നിങ്ങൾ കണ്ടതാണ്. ഓക്കെ, എമൗണ്ട് എന്ന് പറയുമ്പോൾ 20,000, പ്രിൻസിപ്പൽ 20,000 1 പ്ലസ് 6% എന്ന് പറയുമ്പോൾ 6/100 എന്ന് പറയുന്നത് ഡേറ്റാട്ടുള്ളവർക്ക് കാണിച്ചു തരാണ്. 6 ഡിവൈഡ് ബൈ 100 എന്ന് പറയുന്നത് 0.06 ആണ്. ഓക്കെ, ഈ 0 പലപ്പോഴും കുട്ടികൾ മിസ്സാക്കും. 0.6 നേരിട്ട് അങ്ങ് എഴുതും. കാരണം നമ്മൾ എപ്പോഴും 10% കാൽക്കുലേറ്റ് ചെയ്ത് 0.1 എഴുതി നമ്മൾ 0.6 എഴുതും. അപ്പോൾ അത് ഒഴിവാക്കാൻ നമ്മളെപ്പോഴും എന്ത് ചെയ്യുക, നിങ്ങൾക്ക് വേണമെങ്കിൽ കാൽക്കുലേറ്റർ യൂസ് ചെയ്യാം, അല്ലാതെ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് എഴുതാം. 0.06 ഹോൾ റൈസ് ടു n എന്ന് പറയുമ്പോൾ 3, 20,000. ഓക്കെ, ഇതെങ്ങനെ കാൽക്കുലേറ്റ്, ഈസി കാൽക്കുലേറ്റ്. നമുക്ക് നേരത്തെ ഞാൻ 1.1 കാണിച്ചു, എന്നാലും ഒന്നുകൂടെ കാണിക്കുകയാണ്. 0.06 പ്ലസ് 1. ഓക്കെ, അപ്പോൾ ഇൻറ്റു ഈക്വൽ ടു 1 ആയി. ഓക്കെ, ഡബിളായി. വീണ്ടും അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് റേസ് ടു 3ൻ്റെ ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ഇൻറ്റു 20,000. സോറി, ഇതിൽ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. 1.006 സോറി 1.06 ഇൻറ്റു 20,000. ഓക്കെ, അതായത് സോറി ഇവിടെ ഞാൻ എഴുതിയിട്ടില്ലല്ലേ, ഇൻറ്റു. ഓക്കെ, ഇത് ഒരു തവണ അടിച്ചു കഴിഞ്ഞാൽ റേസ് ടു 2 കിട്ടും. ഒന്നുകൂടെ അടിച്ചു കഴിഞ്ഞാൽ റേസ് ടു 3ൻ്റെ ആൻസർ കിട്ടും. ഇത് പോയിന്റിൻ്റെ. ഓക്കെ, ഇതാണ് ആൻസർ. ഇതൊക്കെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ കാൽക്കുലേറ്ററിൽ അടിച്ചിട്ട് എഴുതേണ്ടതാണ്. ദെൻ ബി എന്ന് പറയുന്നത് സെമി ആനുവൽ. സെമി ആനുവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാഫ് ഇയർ. ഓക്കെ, ഹാഫ് ഇയർലിയിൽ നമ്മൾ ഇക്വേഷനിൽ പറഞ്ഞിരുന്നു 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാനും മൾട്ടിപ്ലൈ ചെയ്യാനും ഉണ്ട്. അതായത് പി ഇൻറ്റു 1 പ്ലസ് ഐ റൈസ് ടു എൻ. ഈ ഐനെ എന്ത് ചെയ്യണം, ഡിവൈഡ് ബൈ 2 എന്നിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് 20,000 ഇൻറ്റു 1 പ്ലസ് 0.06 ബൈ 2, 3 ഇൻറ്റു 2. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ കാൽക്കുലേറ്റർ തന്നെ ചെയ്യാം. 0.06നെ ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുമ്പോൾ 0.03. ഓക്കെ, ഇതൊക്കെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കിട്ടുന്ന ആൻസറാണ്. കാൽക്കുലേറ്ററിൽ അടിക്കേണ്ട ആവശ്യമില്ല, വെറുതെ അടിച്ച സമയം കളയരുത്, കാണിച്ചു തരാൻ വേണ്ടി തന്നെയാണ്. ഓക്കെ, 1.03 ഇൻറ്റു 3 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 6. ഓക്കെ, 2, 3, 4, 5, 6 ഇൻറ്റു പ്രിൻസിപ്പൽ എമൗണ്ട് 20,000. അപ്പോൾ ടോട്ടൽ എമൗണ്ട് എത്ര കിട്ടി, 23,881. ഓക്കെ, ഇനി നമുക്ക് സി നോക്കാം. സി എന്ന് പറയുന്നത് ക്വാർട്ടർലിയാണ്. ഓക്കെ, അപ്പോൾ ക്വാർട്ടർലിൻ്റെ ഇക്വേഷനും എന്താ വ്യത്യാസം, ഐന് എന്ത് ചെയ്യണം, ഡിവൈഡഡ് ബൈ 4ഉം എന്നിന് ഇൻറ്റു 4ഉം ചെയ്യണം. അതായത് 20,000 ഇൻറ്റു 1 പ്ലസ് 0.06 ബൈ 4 എന്നിന് 3 ഇൻറ്റു 4. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ കാൽക്കുലേറ്റർ തന്നെ അടിക്കാം. ഇങ്ങനെയൊന്നും എഴുതേണ്ട ആവശ്യമില്ല, നേരെ നമുക്ക് ആൻസർ ചെയ്യാവുന്നതാണ് കാൽക്കുലേറ്ററിൽ. ഇത് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് കുട്ടികൾ ഇക്വേഷൻസ് ഇങ്ങനെ നിരത്തി എഴുതിയിട്ട് സമയം കളഞ്ഞിട്ട് മാത്സിന് സമയം കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് പറയാറുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത്. 0.06 ഡിവൈഡ് ബൈ 4 പ്ലസ് 1 ഇൻറ്റു
3 into 4 എന്ന് പറയുമ്പോൾ 12. 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. into 20,000. അതായത് 23,912. Then monthly. മന്ത്ലി സെയിം ഇക്വേഷൻ തന്നെയാണ്, വ്യത്യാസം എന്താണ്? ഐനെ ഡിവൈഡഡ് ബൈ 12ഉം എന്നിനെ ഇൻറ്റു 12ഉം ചെയ്യണം. ഓക്കെ, അപ്പോൾ 20,000 ഇൻറ്റു 1 പ്ലസ് 0.06 ബൈ 12, 3 ഇൻറ്റു 12, അതായത് 0.06 ഡിവൈഡഡ് ബൈ 12 പ്ലസ് 1 ഇൻറ്റു ഈ 3 ഇൻറ്റു 12 എന്ന് പറഞ്ഞാൽ എത്ര? 36. ഓക്കെ, അപ്പോൾ 36 പ്രാവശ്യം അടിക്കണം. അപ്പോൾ അടുത്തത് 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36. ഓക്കെ, ഇൻറ്റു 20,000. ദറ്റ് ഈസ് ദ ആൻസർ. അപ്പോൾ ഞാൻ പോയിന്റ് റൗണ്ട് ചെയ്ത് ഇതാണ് 33 ആണ് കിട്ടിയത്. നമുക്ക് 6നെ റൗണ്ട് ചെയ്തിട്ട് 4 ആയിട്ട് റൗണ്ട് ചെയ്തു. ദെൻ കണ്ടിന്യൂസ്ലി. ഓക്കെ, കണ്ടിന്യൂസ്ലിൻ്റെ ഇക്വേഷൻ വ്യത്യാസമുണ്ട്. ഈ എക്സ്പോണൻറ്റ് ആർ ടു. ഓക്കെ, ഇതാണ് ഇക്വേഷൻ. അപ്പോൾ ഇതിന് എമൗണ്ട് ചെയ്ത് നോക്കാം. 20,000. ഓക്കെ, എമൗണ്ട് ഈസ് ഇക്വൽ ടു പ്രിൻസിപ്പൾ 20,000. എക്സ്പോണൻ്റ് നമുക്ക് ക്വസ്റ്റ്യനിൽ തരും. ആർ എന്ന് പറയുന്നത് 0.06 ഇൻറ്റു ടി എന്ന് പറയുന്നത് 3. അപ്പോൾ 20,000 ഈ 0.06 ഇൻറ്റു 3 എന്ന് പറയുന്നത് 0.18 ഇക്വൽ ടു ഈ ഇത് സംഭവം ഉണ്ടല്ലോ, ഇതിൻ്റെ ആൻസർ എന്താണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. ഓക്കെ, നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്താണെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ അത് ഓരോന്നിൻ്റെയും ആൻസർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 20,000 ഇൻറ്റു ഇതിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് 1.1972. 20,000 ഇൻറ്റു 1.1972 എന്ന് പറയുന്നത് 23,940. ഓക്കെ, അപ്പോൾ നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ ഓരോ കേസിൻ്റെയും ക്വസ്റ്റ്യൻ, ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇതൊക്കെ. സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ പഠിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ബാക്കി ടോപ്പിക്സ് ഒക്കെ നെക്സ്റ്റ് വീഡിയോയിൽ ഉണ്ടാകുന്നതാണ്. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.